Wtsapp is box made in Nasmana, Poco ഭാഗത്ത് നിന്നും കിടിലൻ ക്യാമറയും പെർഫോമൻസുമായിട്ട് 10,000 രൂപയ്ക്ക് താഴെ ഒരു മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം ഗ്ലോബലി ലോഞ്ച് ആയിരിക്കുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിനോട് സാദൃശ്യം വരുന്ന ഒരു മൊബൈൽ ഫോൺ നമ്മുടെ റെഡ്മി ഇറക്കിയിട്ടുണ്ടായിരുന്നു. റെഡ്മി C40 എന്ന് പറയുന്ന സീരീസ്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ ആഡ് ചെയ്തുകൊണ്ട് ഒരു റീബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പോക്കോയുടെ C75 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ നമുക്ക് പോക്കോ C75 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പോക്കോ C75 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഏകദേശം 280 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ വലിയൊരു വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്ലിം ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില നോക്കി കഴിയുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് 10,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. രണ്ട് വേരിയന്റ് പോക്കോ നമുക്ക് മുന്നിലേക്ക് C75 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ കൊണ്ടുവരുന്നുണ്ട്. ആദ്യത്തെ വേരിയന്റ് എന്ന് പറയുന്നത് 6128ഉം രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് 8256 ആണ്. ഇതിലെ ആദ്യത്തെ വേരിയന്റ് ആയിട്ടുള്ള 6128ന് 9,170 രൂപയും രണ്ടാമത്തെ വേരിയന്റ് ആയിട്ടുള്ള 8256 എന്ന് പറയുന്ന വേരിയന്റിന് 10,900 വരുന്നത്. എങ്ങനെ നോക്കിയാലും ഓഫർ ഒക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് 8256 10,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കും. അത് തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ആൻഡ്രോയിഡിന്റെ 14 ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നത്. OS വരുന്നത് ഹൈപ്പർ OS ആണ്. അത് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ 6.88 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് പോക്കോ C75 കിട്ടുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രോസസറിന്റെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ MediaTekന്റെ G81 അൾട്രാസോണിക് SoC ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു മൊബൈൽ ഫോണിന് ഉണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് റെഡ്മി C40നെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് കിട്ടുമെന്നാണ് പോക്കോ അവകാശപ്പെടുന്നത്. ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ തന്നെ നമുക്ക് 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. OS സപ്പോർട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. 180 നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെൽഫി ക്യാമറയും 10,000 രൂപയ്ക്ക് താഴെ ഏകദേശം 9,170 രൂപയ്ക്ക് നമുക്ക് പോക്കോ C75 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ 50 മെഗാ പിക്സൽ തന്നെ കിട്ടുന്നുണ്ട്. നിലവിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു 5G ഹാൻഡ്സെറ്റ് അല്ല, 4G ഹാൻഡ്സെറ്റ് ആണ്. LTE സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ബ്ലൂടൂത്തിന്റെ 5.4 വേർഷൻ ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ നമുക്ക് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.55 mm ഒരു ഓഡിയോ ജാക്ക് ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 5160 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 18 വാട്ടിന്റെ ചാർജർ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ബോക്സിനോടൊപ്പം ഈ ഒരു ഗ്ലോബലി അനൗൺസ് ചെയ്ത സമയത്ത് ബോക്സിനോടൊപ്പം നമുക്ക് ചാർജർ എല്ലാ മൊബൈലിലും കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്നില്ല. 9,000 രൂപയ്ക്ക് താഴെയാണ്. ഇപ്പോൾ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്ത് വാങ്ങുന്ന മൊബൈൽ ഫോണിൽ പോലും ചാർജർ വരുന്നില്ല. ഇപ്പോൾ എല്ലാ കമ്പനിയും പറയുന്നത് പ്രകൃതിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ചാർജർ കാര്യങ്ങൾ കമ്പോണൻസ് ഒക്കെ മാറ്റുന്നതെന്നാണ്. അപ്പോൾ പോക്കോയും ഈ ഒരു മൊബൈൽ ഫോണിൽ അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ബോക്സിനോടൊപ്പം നമുക്ക് ചാർജർ വരുന്നില്ല. 3 കളറിലാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത്. ബ്ലാക്ക്, ഗോൾഡ്, ഗ്രീൻ. ഈ ഒരു 3 കളറിൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നതുമായിരിക്കും. ഏതായാലും ഒരു കീപാഡ് മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിലേക്ക് ആഡ് ആകണമെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോക്കോയുടെ C75 ഉറപ്പായിട്ടും ഈ ഒരു വിലയ്ക്ക് പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോണാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.